Hi guys, welcome back to my channel. This is my Saturday morning face. Never mind. ഇന്നൊരു ചെറിയ വ്ളോഗായിരിക്കും. പ്രത്യേകിച്ചൊന്നും സംഭവബഹുലമായി ഒന്നുമില്ല. But still, it's a vlog. ഞാനും സായി ഒരു ചെറിയ മോർണിംഗ് വാക്കിന് ഇറങ്ങി. ഇതാണ് നമ്മുടെ തുളസിത്തറ. തുളസി ഒഴികെ ബാക്കി എല്ലാം അതിനകത്തുണ്ട്. ഇതാണ് ദാ റംബൂട്ടാൻ പൂത്ത് നിൽക്കുന്നു. അല്ല, കായ്ച്ച് നിൽക്കുന്നു. എല്ലാ വർഷവും ഈ ഒരു ടൈം ആകുമ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും റംബൂട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേറൊരു റംബൂട്ടാൻ മരവും കൂടിയുണ്ട്. അവിടെ ദാ കായ്ച്ച് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. പച്ചയ്ക്ക് നിൽക്കുവാണ് ഇപ്പോഴും. കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ആ മരത്തിലെ തീരുമ്പോഴേക്കും ഇവിടുത്തെ റെഡിയാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ സായും ഞാനും ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് നടക്കുമായിരുന്നു. നമ്മുടെ ആമ്പലും ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. രാവിലെ ഇന്ന് ലഘുഭക്ഷണമായിരുന്നു, മ്യൂസ്ലിയും പാലും. അപ്പോൾ ഇതിങ്ങനെ ഒരു മിക്സഡ് ഐറ്റമാണ്, ചെറിയ മധുരവും ഉണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നെ സായുവിനെ കുളിപ്പിക്കലായി. ഓരോരോ പണികളൊക്കെ കഴിഞ്ഞ് ഞാനും ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി ഫ്രഷ് ആവാൻ. അങ്ങനെ ഉച്ചയ്ക്ക് അമ്മയുടെ സൂപ്പർ കപ്പയും മീൻകറിയും ആയിരുന്നു. പ്രഭുവിൻ്റെ അമ്മ ഒരു മാസ്റ്റർ ഷെഫാണ് കേട്ടോ. ചില സാധനങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളുടെ നാപ്പ് ടൈമായി. അതിനു മുന്നേ കുറച്ച് നേരം Hi ചിരിച്ച് guys. കളിച്ചൊക്കെ കിടന്നു. അങ്ങനെ കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് പിന്നെ സായു കിടന്ന് ഉറങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഞാൻ തുണി വിരിക്കാനുള്ളത് വിരിക്കുകയും പിന്നെ ബാക്കിയുള്ളതൊക്കെ വന്ന് മടക്കി വെച്ചു. അങ്ങനെ വീക്കെൻഡ് ആണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു വീക്കെൻഡായിരുന്നു. ഇന്ന് എവിടെയും പുറത്തൊന്നും പോയില്ല. പിന്നെ അമ്മയ്ക്കൊരു റിസപ്ഷൻ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു. മണിക്കവിൽ മലരായി വീടത്തിയെങ്കിൽ തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർ ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിൽ അലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം ജീവമേഘം. പിന്നെ പ്രഭുവിന് പനിയൊക്കെ മാറി വരുന്നതുകൊണ്ട് ലഘുഭക്ഷണമായിരുന്നു. ദോശയും പിന്നെ ഏത്തപ്പഴം 1-2 പീസൊക്കെ കഴിച്ചു. ഇങ്ങനെ നെയ്യിൽ വറുത്ത ഐറ്റം. സോ ഞങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈവനിങ് ആയി, പിന്നെ രാത്രി ആവാറായി. സായുമോളെ, അപ്പം ഞാൻ ഈ ഒരു ആഴ്ചയായിട്ട് സ്ട്രിക്റ്റ് ഷുഗർ കട്ടായിരുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷേ അത്യാവശ്യം ഷുഗർ കട്ടിലായിരുന്നു. ഒരുപാട് പ്രോസസ്ഡ് ഷുഗർ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി, ചായ കാപ്പിയെല്ലാം ഒഴിവാക്കി, ഐ മീൻ വിത്ത് ഷുഗർ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 days ഐ വാസ് ഏബിൾ ടു. അങ്ങനെ ഞാൻ മാത്രം അൽഫാം വാങ്ങി കഴിച്ചു. പിന്നെ ഒരു കോഫി ഉണ്ടാക്കി. വീക്കെൻഡ് ആയതുകൊണ്ട് ഷുഗർ കട്ട് മാറ്റി കുറച്ച് ഹണി ഇട്ട് ഒരു കോൾഡ് കോഫി കുടിച്ചു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ സൺഡേ ഒരു വെഡ്ഡിങ് ഫങ്ഷന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അങ്ങനെ പ്രഫുവിന് വെഡ്ഡിങ് ഗിഫ്റ്റ് കിട്ടിയ വാച്ച് ഇപ്പോഴാണ് ഇടുന്നത്. പ്രഫു റെഡിയായി. പിന്നെ ഇതാണ് ഞങ്ങളുടെ OOTD. ഞാൻ കൂടുതലും ഇപ്പോൾ സാരിയാണ് പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്നത്. കാരണം അതാണ് എനിക്ക് ഫീഡിങ്ങിനൊക്കെ ഈസി. പിന്നെ കുറച്ച് റംബൂട്ടാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് കുറച്ച് വീട്ടിലേക്കും കൊടുക്കാനുണ്ട്. അപ്പം ഞങ്ങൾ ഗെറ്റ് റെഡി ആയി ഇതാ പോകാൻ പോവാണ്. സായു ഇന്ന് രാവിലത്തെ ഉറക്കം ഉറങ്ങിയിട്ടില്ല. സോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ക്യാമറ കണ്ടിട്ടും. അങ്ങനെ ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് ഷുഗർ കട്ടായിരുന്നു ഒരു 5 ദിവസം. അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു നോമ്പ് തുറക്കുന്ന പോലെ ഞാനിന്ന് കല്യാണ ഫംഗ്ഷന് വന്ന് അതങ്ങ് സെറ്റാക്കി. അപ്പോൾ സായുവിൻ്റെയും ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരുന്നു ഇത്. സായുവിൻ്റെ അല്ലാത്ത ഒരു വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ നടത്തുന്ന ഒരു പരിപാടിക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താ, നല്ല ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നു.
പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീക്കെൻഡ് വ്ളോഗ്. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.